ജലസേചന വകുപ്പിന്റെ അശാസ്ത്രീയ കനാൽ നിർമ്മാണം മൂലം വെള്ളം ഒഴിഞ്ഞു പോവാതെ നാട്ടുകാർ പ്രയാസത്തിൽ. ചെറുവാടി ചാലിപ്പാടം കൂടത്തിൽ തോടിന്റെ പകുതി ഭാഗം ഉപയോഗപ്പെടുത്തിയാണ് കനാൽ നിർമ്മിച്ചത്. ഇതോടെ കട തുറക്കാനാവാതെ ഭിന്നശേഷിക്കാരനായ യുവാവും പ്രയാസത്തിലായി. എത്ര ശക്തമായ മഴ പെയ്താലും ചെറുവാടി ചാലിപ്പാടം കൂടത്തിൽ തോടിലൂടെ ജലം സുഗമമായി ഒഴുകിയിരുന്നു. എന്നാൽ 4 വർഷം മുമ്പ് ചെറുകിട ജലസേചന വകുപ്പ് തറമ്മൽക്കടവ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതിയുടെ ഭാഗമായി തോടിൻ്റെ പകുതിയോളം ഭാഗം ഉപയോഗപ്പെടുത്തി തീർത്തും അശാസ്ത്രീയമായി ഒരു കനാൽ നിർമ്മിച്ചതോടെ നാട്ടുകാരുടെ ദുരിതവും തുടങ്ങി. കനാൽ കാരണം തോടിൻ്റെ വീതി കുറയുകയും വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കുകയും ചെയ്തു. മഴക്കാലമാവുന്നതോടെ ആ ഭാഗത്തുള്ള റോഡും പരിസരത്തുള്ള വീടുകളും കടകളും വെള്ളം നിറഞ്ഞ് ജനങ്ങൾ വലിയ പ്രയാസത്തിലാവുകയാണിപ്പോൾ. വിവിധ വിദ്യാലയങ്ങളിലേക്കുള്ള വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി കാൽനട യാത്രക്കാരും പ്രയാസത്തിലാണ്. ശക്തമായി മഴ പെയ്യുന്ന സമയങ്ങളിൽ വാഹന ഗതാഗതവും പ്രയാസം തന്നെ. മാത്രമല്ല, വെള്ളക്കെട്ട് കാരണം ഭിന്നശേഷിക്കാരനായ അബ്ദുറഹ്മാൻ എന്ന യുവാവിന് തൻ്റെ കട തുറക്കാൻ പോലും പറ്റാത്ത അവസ്ഥയുണ്ട്. കുടുംബത്തിൻ്റെ ഏക അത്താണി കൂടിയാണ് ഭാര്യയും മക്കളുമുള്ള അബ്ദുറഹ്മാൻ. ഞാനൊരു 25 വർഷം മുമ്പ് ചെറിയൊരു ആക്സിഡൻറ്റിൽ ഭിന്നശേഷിക്കാരനായ ഒരു ഹതഭാഗ്യനാണ്. ഞാൻ 10-17 വർഷമായിട്ട് ഇപ്പോൾ അവിടെ ഒരു കട നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കടയിലേക്ക് വരുന്ന വെള്ളം കണ്ടില്ലേ. അപ്പോൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കട തുറക്കാൻ കഴിഞ്ഞിട്ടുള്ള വെള്ളക്കെട്ട് കാരണം അതിൻ്റെ ദുരിതം വേറെയാണ്. ഇതിന് ശാശ്വത പരിഹാരമാണ് വേണ്ടത്. എൻ്റേത് ഉപജീവനാണെങ്കിൽ ജീവിതമുള്ള കുറച്ച് അതിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടുകാർക്കൊക്കെ ജീവിത പ്രശ്നം കൂടിയാണ്. അവിടെ താമസിക്കാൻ പറ്റാതെ പലരും വീട് ഒഴിഞ്ഞു പോയിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് അംഗം എസ്.എ. നാസർ മൈനർ ഇറിഗേഷൻ വകുപ്പ് അധികൃതർക്ക് പരാതി നൽകിയത്. വിഷയം C.K. കാസിം MLA ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. വളരെ കാലങ്ങൾക്ക് മുമ്പ് ഈ ചാലിപ്പാടത്ത് വരസമായിട്ടുണ്ടെങ്കിൽ മഴക്കാലമായിട്ടുണ്ടെങ്കിൽ വെള്ളക്കെട്ടുണ്ടാവും. ആ വെള്ളക്കെട്ട് ഈ കൂടത്തിൽ എൻ്റെ മുന്നിലൂടെ കാണുന്ന ഈ തോടിലൂടെയാണ് ഒഴുകി പോവാറ്. ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ തോടിൻ്റെ പകുതി ഭാഗം എടുത്തും കൊണ്ട് മൈനർ ഇറിഗേഷൻ വകുപ്പിൻ്റെ ഒരു കനാൽ നിർമ്മിച്ചു. കനാൽ അന്ന് ഉണ്ടാക്കിയിരുന്നത് ഈ ഭാഗത്ത് വേനലിന് കുടിവെള്ളക്ഷാമം വരുന്ന സമയത്ത്, കിണറുകളിൽ വെള്ളമില്ലാത്ത സമയത്ത് ആ ചാലിയാറിൽ നിന്നും ആ കനാലിലൂടെ വെള്ളം പാടത്തേക്ക് അടിക്കും. പാടത്ത് വെള്ളം ഉണ്ടാകുമ്പോൾ കിണറിൽ വെള്ളം ഉണ്ടാകും എന്നാണ് കണക്കാക്കുന്നത്. പക്ഷേ അന്നൊന്നും വെള്ളം ഒരു വർഷമത്തെ ആ രീതിയിൽ വെള്ളം അടിച്ചിട്ടുള്ളൂ. പിന്നീട് അടിക്കാൻ സാധിച്ചിട്ടില്ല. കനാൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. പക്ഷേ ചാലിപ്പാടത്തിൽ നിന്ന് വരുന്ന ആ വെള്ളം, ഈ തോടിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളം ഈ തോടിൻ്റെ പകുതി ഭാഗം എടുത്ത് കനാൽ ഉണ്ടാക്കിയത് കൊണ്ട് ഒഴുകിപ്പോകാതെയായി. അതുകൊണ്ട് തന്നെ ചാലിപ്പാടത്ത് വെള്ളം കെട്ടി ഈ പരിസരത്തുള്ള ഈ പീടിക, അതുപോലെ തന്നെ വീടുകളൊക്കെ വെള്ളക്കെട്ടിലാവും. ഈ പീടികക്കാരൻ പീടിക തുറന്നിട്ട് 3 ദിവസമായി. വീട്ടിൽ നിന്ന് വെള്ളക്കെട്ട് കാരണം പീടികയിലേക്ക് വരാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ചെറുകിട ജലസേചന വകുപ്പ് അധികൃതരും C.K. കാസിം MLA സ്ഥലം സന്ദർശിക്കുകയും പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് T. കവിത, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കസ്ന ഹമീദ്, പഞ്ചായത്ത് അംഗം S.A. നാസർ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.